ഹറാമായ വസിയത്തുകളുണ്ട്. എൻ്റെ കാലശേഷം അവകാശികൾക്ക് കിട്ടരുത് എന്നുള്ള ഒരു വാശി എനിക്ക്, ഞാൻ മുഴുവനാണ് പള്ളികൾക്ക് മർസിൽക്കൊക്കെ കൊടുക്കുകയാണ്, മുഴുവൻ ഞാനാണ് വസിയത്ത് ചെയ്യണം. ഹറാമായ വസിയത്താണത്, പാടില്ല. വസിയത്തിൽ ഒരാളെ ബുദ്ധിമുട്ടിക്കലും ദ്രോഹിക്കലും വിചാരിച്ചു കൊണ്ടുള്ള വസിയത്തുകളെല്ലാം ബാത്തിലാണ്, ഹറാമാണത്. അതേ അവസരത്തിൽ ഇസ്ലാം അംഗീകരിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വസിയത്തുകളും ഹറാമായ വസിയത്തുകളാണ്. ഒരാൾ പറയാണ്, ഞാൻ മരിച്ചാൽ എൻ്റെ ഖബർ നല്ല ഉയരത്തിൽ കെട്ടിപ്പൊന്തിക്കണം എന്നൊരാൾ വസിയത്ത് പറഞ്ഞു വിചാരിക്കാം. നല്ല സൂപ്പറായിട്ട് മാർബിളൊക്കെ വെച്ച് നല്ല ഉഷാറായിട്ട് ഖബർ കെട്ടിപ്പൊടുക്കണം. ഒരു ചാണിലപ്പുറം ഉയർത്താനുള്ള വസിയത്ത് ബാത്തിലാണ്. ഒരു മുസ്ലിമിൻ്റെ ഖബറിൻ്റെ മാക്സിമം ഉയരം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് ഖദ്റ ശിബിരിൻ മിനൽ അർദി, ഭൂമിയുടെ സമതലത്തിൽ നിന്നും ഒരു ചാണുയരം മാത്രമേ ഒരു മുസ്ലിമിൻ്റെ ഖബർ പാടുള്ളൂ, തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണത്. അതുകൊണ്ട് ഖബർ കെട്ടിപ്പൊക്കാനോ നിങ്ങൾ അതിന്മൊക്കെ കുമ്മായിടണം, മൈമ പട്ടുവിരിക്കണം എന്നൊക്കെ ഏതെങ്കിലും തങ്ങളോ മോലിയരോ ഉസ്താദോ ഒക്കെ മക്കളോട് വസിയത്ത് പറഞ്ഞാൽ ഇതിൻ്റെ വാപ്പൻ്റെ വസിയത്തല്ലേ എന്ന് വിചാരിച്ച് നടപ്പിലാക്കാൻ പാടില്ല. അത് ഹറാമായ വസിയത്താണ്. അതേമാതിരി ഒരാൾ പറയണം, എൻ്റെ ബിൽഡിംഗ് ഉണ്ട്, കുറേ പ്രോപ്പർട്ടികളുണ്ട്, എൻ്റെ കാലശേഷം നിങ്ങൾ ഇന്ന ആരാധനാലയത്തിന് കൊടുക്കണം എന്ന് പറയണം. മുസ്ലിം പള്ളിയല്ല, മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അതേപോലെ തന്നെ ഇന്ന സിനിമാ നടന്, ഇന്ന സിനിമാ ഹാളിന്, ഇന്ന സിനിമാ പ്രവർത്തനങ്ങൾക്ക്, അല്ലെങ്കിൽ മദ്യഷാപ്പിന്, അല്ലെങ്കിൽ ബാങ്കിന്, ഇങ്ങനെ ഹറാമായ ഏതെങ്കിലും വകുപ്പിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ പ്രോപ്പർട്ടീൻ്റെ ശേഷം ഞാൻ വസിയത്ത് എഴുതി വെക്കുന്നു എന്ന് പറഞ്ഞാൽ ബാത്തിലായ വസിയത്താണത്, ഹറാമായ വസിയത്താണത്, പാടില്ല. നടപ്പിലാക്കാനും പാടില്ല. ശേഷക്കാർ വസിയത്ത് അവിടെ ഇരിച്ച ആൾ പോയിക്കോട്ടെ, വസിയത്ത് നടപ്പിലാക്കാൻ ശേഷക്കാർക്ക് എന്തില്ല, ബാധ്യതയില്ല.